ഒക്ടോബർ ലാസ്റ്റിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല. അപ്പോൾ 6 കൂട്ടേണ്ട ഒരു 5.5 മാസം വരെ. അപ്പം 3 മാസം മിനിമവും 5.5 മാസം വരെ മാക്സിമവും കിട്ടും. ഓരോ ആൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വിഡ്ഢിത്തമാണ്, നമ്മൾ സമയം പോകും, എന്നാൽ അതിൽ കാര്യമില്ല. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ സബ്ജക്റ്റും പഠിക്കുന്ന സമയത്ത് അവിടെ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യുക. അതുണ്ടാവും, ഏതൊരാൾക്കും തുടക്കത്തിലുണ്ടാവും, ഒടുക്കത്തിലും ഉണ്ടാവും. എണ്ണം കുറയ്ക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. വേറെ അതിനെപ്പറ്റി ചിന്തിച്ച് ടെൻഷൻ അടിക്കരുത്. ചരിത്രവും ഭൂമിശാസ്ത്രമൊന്നും അതിൽ പെടുന്നതല്ല കേട്ടോ. ചരിത്രവും ഭൂമിശാസ്ത്രവും വലിയ സിലബസ് ഏരിയ ഉണ്ട്. ഹായ്, അപ്പോൾ അങ്ങനെ LDCയുടെ തീയതികൾ വന്നു അല്ലേ? നിങ്ങളുടെ പരീക്ഷ നിങ്ങളുടെ ജില്ലയിലെ പരീക്ഷ ഏത് മാസമാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ബോധ്യമായി. അപ്പോൾ അതോടുകൂടി നിങ്ങളുടെ ഉള്ളിൽ പല വിധത്തിലുള്ള ടെൻഷനുകളുണ്ടാവും, പല ചിന്തകളുണ്ടാവും അല്ലേ? ഇത്രയും നാളില്ലാത്ത പല ചിന്തകൾ കയറി വരുന്നുണ്ടാവും. പഠനം കൊടുമ്പിരി കൊണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ എന്തും അങ്ങ് പഠിക്കാം എന്നുള്ളൊരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും. നിങ്ങളുടെ യഥാർത്ഥ കഴിവ് ഇത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ എത്രയോ അധികം പഠിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? പണ്ടൊന്നും നമ്മൾ പഠിക്കണം എന്ന് വിചാരിക്കുമെങ്കിലും ഈ ഒരു ആവേശത്തോടെ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ തീയതി അറിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് ദിവസം പഠിക്കുന്ന ആ രീതി വെച്ച് നോക്കി അറിയാം നമ്മുടെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ആ കഴിവ്, ആ രീതിയിലുള്ള പഠനം എല്ലാ ദിവസവും നിലനിർത്തുക എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും നിലനിർത്തുക എന്നുള്ളതാണ് ഒരു റാങ്ക് ജേതാവിൻ്റെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് പോകാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുന്ദരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇനിയും LDC നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള കുറേ സംശയങ്ങളും ചിന്തകളൊക്കെയാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ഒന്നാമത്തെ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിലുണ്ടാവുന്ന ഒരു സാധനം ഇപ്പോൾ ഈ ഒരു ലിമിറ്റഡ് ടൈം എന്നുള്ളതാണ്. ഏറ്റവും വളരെ കുറഞ്ഞൊരു സമയം ഇനിയുള്ളൂ എന്നുള്ളതാണ്. അതായത് ജൂലൈ 27 അല്ലെ തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയുടെ LDC എന്ന് പറയുന്നത് ജൂലൈയിൽ ആരംഭിക്കുകയാണ് അല്ലേ? അതേപോലെ തന്നെ അതിനിടയിൽ എന്ത് കിടക്കുന്നുണ്ട്? ഈ ഖാദി ബോർഡും കിടക്കുന്നുണ്ട് അല്ലേ? ഖാദി ബോർഡ് എക്സാമും കിടക്കുന്നു. ഇതേ മാസം തന്നെ ഖാദി ബോർഡും കിടക്കുന്നു. അപ്പോൾ ഖാദി ബോർഡ് മെയിൻസിന് വേണ്ടിയിട്ട് പ്രിലിംസ് ക്ലിയർ ആയിട്ടുള്ള ആളുകൾ കുറേ പേരുണ്ട്. അതേപോലെ തന്നെ തിരുവനന്തപുരം. അപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്തേ ഉള്ളൂ, ഏപ്രിൽ കഴിഞ്ഞല്ലോ അല്ലേ? ഇനിയിപ്പോൾ മെയ്, ജൂൺ, ജൂലൈ ആകെ കൃത്യം 3 മാസം, കംപ്ലീറ്റ് 3 മാസം. അവസാന ദിവസങ്ങളിലൂടെ കൂട്ടിയെടുക്കുമ്പോൾ കംപ്ലീറ്റ് 3 മാസമേ മുന്നിലുള്ളൂ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ പരിങ്ങി നിൽക്കുന്ന ആളുകളുണ്ട്. അതായത് നന്നായിട്ട് പഠിച്ചു പോയിട്ടുള്ള ആളുകളും ഇനി എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതേപോലെ ഒന്നും തുടങ്ങാതെ കാര്യമായിട്ടൊരു പഠനവും നടത്താതെ അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ച് ചെറുതായിട്ടൊന്ന് കൊണ്ടുപോയി ഇല്ലേ, ഒരു LDC നോക്കൽ എന്നുള്ള രീതിയിൽ ഒരു സൈഡിലൂടെ കൊണ്ടുപോയിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഈ 3 മാസം കൊണ്ട് അല്ലെങ്കിൽ ഈ ഏകദേശം 3 മാസത്തിനടുത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം ഇന്ന്. അതായത് ഈ ഒരു 3 മാസം കൃത്യമായിട്ട് വിനിയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയും ചാൻസ് ഉണ്ട്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, LDC പോലുള്ളൊരു പരീക്ഷയിൽ സെലക്റ്റീവ് സ്റ്റഡി എന്നുള്ള സംഭവം ഇല്ല. കാരണം എന്താണ്, അവിടെ നിങ്ങൾ 100 മാർക്കിനുള്ള കാര്യങ്ങളും പഠിച്ച് ആ 100 മാർക്കും ലക്ഷ്യം വെച്ചുകൊണ്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യണം. പരീക്ഷയുടെ കട്ട് ഓഫ് 50, 60, 70, 50 എത്ര ആവട്ടെ, അവിടെ കുറേ ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും വിട്ട് കളഞ്ഞ് പഠിക്കുക എന്നുള്ളതിന് സ്കോപ്പ് ഇല്ല. ഡിഗ്രി ലെവൽ, +2 ലെവൽ പരീക്ഷകൾ ചെയ്യുന്ന പോലെ ഏതെങ്കിലുമൊക്കെ ഏരിയകൾ ഡ്രോപ്പ് ചെയ്ത് പഠിക്കുന്നതിനൊരു സ്കോപ്പ് ഇല്ല. കാരണം ഇതൊരു മെയിൻ ആയിട്ടുള്ളൊരു എക്സാമാണ്. അതായത് 2 ഘട്ടമുള്ള ഖാദി ബോർഡിനെ സംബന്ധിച്ച് മെയിൻ എക്സാമാണ്. അതല്ല LDC ഇപ്പോൾ 2024 LDC വാരിയസ് LDC എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഘട്ടമായിട്ടാണല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള മെയിൻ എക്സാമാണ്, അവരെ സംബന്ധിച്ച് ലേഖ എക്സാമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്സാമിൽ ഇവിടെ എന്തില്ല, സെലക്റ്റീവ് സ്റ്റഡി എന്നുള്ളൊരു സംഭവം ഇല്ല. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് ഏറ്റവും സാധ്യതയുള്ള ഏരിയകൾ, പഠിക്കുന്ന ഏരിയകൾ മുഴുവനായിട്ടും എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് തന്നെ പഠിച്ചെടുക്കണം. അവിടെ നിങ്ങൾ വെള്ളം ചേർക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു ഏരിയ പഠിക്കുമ്പോൾ അവിടെ നിന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വായിച്ചു പോയി അടുത്ത ഏരിയയിലേക്ക് ചാടി അവിടെ ഇമ്പോർട്ടൻ്റ് കാര്യം വായിച്ചു പോയി. ആ ഒരു പരിപാടി ഇപ്പോൾ ഇല്ല. അത് പണ്ടത്തെ രീതിയാണ്. PSCയുടെ മാറ്റങ്ങളൊക്കെ വരുന്നതിന് മുമ്പുള്ള രീതിയാണ്. ഇപ്പം നിങ്ങൾ പഠിക്കുന്ന ഏരിയ ഏതാണോ ആ ഏരിയ കംപ്ലീറ്റ് പഠിക്കുക. മറ്റൊരു ഏരിയ നിങ്ങളെ കൊണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനേക്ക് ഇറങ്ങി തിരിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവിടെയും നിങ്ങൾ 1-2 ഫാക്സ് മാത്രം പഠിച്ചു വെച്ച് പോയി, വേറെയും ഒരു ടഫ് ഏരിയ അവിടെയും ഒന്ന് വെറുതെ കയറി ഇറങ്ങി ഒരു 5-10 ഫാക്സ് മാത്രം പഠിച്ചു പോയി, ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പഠനത്തിൽ ഇന്ന് സ്കോപ്പില്ല. ഇന്ന് പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, ആ ഒരു ഏരിയ, ആ ഒരു ടോപ്പിക് കംപ്ലീറ്റ് പഠിക്കണം. അവിടെ SCRTയിൽ എന്തൊക്കെയുണ്ടോ അത് കംപ്ലീറ്റ് പഠിക്കണം. അവിടെ non-SCRT എന്തൊക്കെ നമ്മൾ പഠിക്കണോ അതൊക്കെ കംപ്ലീറ്റ് പഠിക്കണം. ആ രീതിയിൽ ആ ടോപ്പിക് ക്ലിയർ ചെയ്ത് പോകണം. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഒരു സിലബസ്, ഈ ഒരു വലിയൊരു സിലബസ്, അത്രയും വലിയൊരു സിലബസ് ആണല്ലോ, ആ ഒരു വലിയ സിലബസ് തീർക്കണമെങ്കിൽ ഒരു മിനിമം 6-7 മാസങ്ങൾ എന്തായാലും വേണം. നമ്മുടെ മുന്നിൽ ആകെ എത്ര മാസങ്ങളേ ഉള്ളൂ? 3 മാസങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ സിലബസിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന
പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ വിശകലനം ചെയ്തിട്ടുള്ള അനുഭവ സമ്പത്തിൻ്റെ പുറത്ത് വേണം കടന്നു പോകാൻ. അങ്ങനെ കുറേ ഏരിയകൾ പഠിച്ചും കുറേ ഏരിയകൾ ഡ്രോപ്പ് ചെയ്തും പോയാൽ മാത്രമാണ് ഈ 3 മാസം കൊണ്ട് ഒരു തുടക്കക്കാരന് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഒരു സിലബസ് തീർക്കാൻ പറ്റുള്ളൂ. അല്ലാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം 3 മാസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവർക്കാണെങ്കിൽ 3 മാസമുണ്ട്. ഇനി കൊല്ലം, കണ്ണൂർ, പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡൊക്കെ ആഗസ്റ്റിലാണ്. അപ്പം വീണ്ടും കുറച്ച് സമയം കൂടെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് ജൂലൈ ലാസ്റ്റ് ആണെങ്കിൽ ഇത് ആഗസ്റ്റ് ഒരു ഫസ്റ്റോ സെക്കൻഡോ വീക്ക് എത്താനായിരിക്കും അല്ലേ, അല്ലെങ്കിൽ 3rd വീക്ക് എത്താനായിരിക്കും. അപ്പം കുറച്ചുകൂടെ അത്രയും ദിവസങ്ങളൂടെ കിട്ടും. ദെൻ ഇവർക്ക് ഇതാ വീണ്ടും ഒരു മാസം കൂടെ കിട്ടുകയാണ്. ദെൻ ഇതാ ഇവർക്ക് ഇതാ വീണ്ടും ഒരു മാസം കൂടെ ഒക്ടോബറിലാണ്. ബൈ ട്രാൻസ്ഫറും ഇടുക്കി, മലപ്പുറം, എറണാകുളം, വയനാടൊക്കെ ഒക്ടോബറിലാണ്. ആലപ്പുഴ, പാലക്കാട്, കോട്ടയം, കോഴിക്കോടൊക്കെ സെപ്റ്റംബറിലാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ മുന്നിലുള്ള ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മിനിമം 3 മാസവും അല്ലേ, മാക്സിമം എത്ര മാസം വരെ കിട്ടാം അല്ലേ, ആഗസ്റ്റോടെ കൂട്ടുമ്പോൾ 4, സെപ്റ്റംബർ കൂടെ കൂട്ടുന്ന 5, ഒക്ടോബർ ഏതാ ലാസ്റ്റിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല. അപ്പോൾ 6 കൂട്ടേണ്ട ഒരു 5.5 മാസം വരെ. അപ്പം 3 മാസം മിനിമവും 5.5 മാസം വരെ മാക്സിമവും കിട്ടും ഓരോ ആളുകളെ സംബന്ധിച്ച്. പല ജില്ലകളിലുള്ള അപേക്ഷകരെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതിനിടയിൽ ഖാദി ബോർഡ് ഉള്ളത് എത്രയാണ്, ജൂലൈ 30 അപ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തയ്യാറെടുക്കാൻ പറ്റും. അത് എങ്ങനെ എന്തൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതല്ലാതെ നമ്മൾ എൻട്രിയിൽ ഗോൾഡ് ബാച്ചിലൂടെ ഒരു 80 ദിവസത്തെ ക്രാഷ് ക്ലാസ് നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. 80 ഡേയ്സ് ക്രാഷ് ക്ലാസ് ആണ്. 80 ദിവസം കൊണ്ട് ഈ സിലബസ് മൊത്തം തീർക്കുന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഓരോ ദിവസവും നല്ല രീതിയിൽ പഠിക്കാനുണ്ടാവും, ഇഷ്ടംപോലെ പഠിക്കാനുണ്ടാവും, ചത്ത് പഠിക്കാനുണ്ടാവും. ഇപ്പം അങ്ങനെ പഠിച്ചാലേ തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് തയ്യാറായ ആളുകൾക്ക് ജൂലൈ 30 ഖാദി ബോർഡ് മെയിൻസിന് വേണ്ടിയിട്ടും ഈ പറഞ്ഞ വാരിയസ് LDC എല്ലാ ജില്ലക്കാർക്കും വേണ്ടിയിട്ടും ജൂലൈ ലാസ്റ്റിലേക്ക് തീർക്കുന്ന രീതിയിലുള്ള ഒരു 80 ദിവസം, അതായത് എക്സാമിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം വരെ എത്തുന്ന രീതിയിൽ 80 ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ എൻട്രിയിൽ ആരംഭിക്കുന്നുണ്ട്, ഗോൾഡ് ബാച്ചിൽ ആരംഭിക്കുന്നുണ്ട്. എൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക്, അതിൻ്റെ സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നൊരു വീഡിയോ അടുത്തായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു സിലബസ് ഇത്രയും വലിയൊരു സിലബസാണ്. ഇവിടെയുള്ളൊരു പ്രത്യേകത 70-30 അല്ലേ. അതായത് മുമ്പൊക്കെ LDCയിലാണെങ്കിൽ 50-50 എന്നുള്ളൊരു അനുപാതമാണ്. അതായത് ഇംഗ്ലീഷും മലയാളം GK എല്ലാം കൂടെ ഒരു 40-50 മാർക്കിന് ഉണ്ടാവുമായിരുന്നു പണ്ട് കാലം മുതൽ. ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് മാത്സ് മലയാളം, GK അല്ലേ, ഇംഗ്ലീഷ് മാത്സ് മലയാളം എല്ലാം കൂടെ ഒന്നുകിൽ 40 മാർക്ക് അല്ലെങ്കിൽ 50 മാർക്ക് അങ്ങനെയൊക്കെയായിരുന്നു കാലാകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിന് അഡ്വാൻറ്റേജ് കിട്ടുമായിരുന്നു. മാത്സൊക്കെ അത്യാവശ്യം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് എന്നും PSC പരീക്ഷയിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു അല്ലേ. അത് ഇത്തവണ ഇല്ല. ഇത്തവണ മീൻസ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അല്ലേ, ഈ സിലബസൊക്കെ വന്നതിന് ശേഷം ആ അഡ്വാൻറ്റേജ് ഇല്ല. കാരണം എന്തേ ഉള്ളൂ, മാത്സ് ആകെ 10 മാർക്കിനേ ഉള്ളൂ, ഇംഗ്ലീഷ് ആകെ 10 മാർക്കിനേ ഉള്ളൂ, മലയാളം ആകെ 10 മാർക്കിനേ ഉള്ളൂ. അതുകൊണ്ട് ഏതൊരാൾക്കും ധൈര്യമായിട്ട് ഇറങ്ങിത്തിരിക്കാം. ഞാൻ ഇപ്പോഴല്ലേ ഇറങ്ങുന്നത്, എന്നെ കൊണ്ടാവില്ലല്ലോ. ഇപ്പോൾ എന്താണ് ഈ പറയുന്ന മാത്സ് സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾ, മാത്സൊക്കെ നന്നായിട്ട് അറിയുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ആ അഡ്വാൻറ്റേജ് ഉണ്ടാവുമല്ലോ. എനിക്ക് മാത്സ് ഇല്ലല്ലോ, ഞാൻ എങ്ങനെ പഠിച്ചെടുക്കും എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ മാത്സിൽ നിന്നും മാർക്കുകൾ സമ്പാദിച്ചാൽ മതി. അതായത് 10 മാർക്കിനേ ഉള്ളൂ. ഓക്കെ, ഒരിക്കലും 90, 80 ഒന്നും ഇനിയുള്ള കാലഘട്ടത്തിൽ കട്ട് ഓഫ് വരില്ല. PSCയുടെ ചോദ്യപേപ്പറുകളുടെ രീതി അങ്ങനെയാണ് അല്ലേ, ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് അങ്ങനെയാണ്, നിലവാരം അങ്ങനെയാണ്, ചോദ്യ പാറ്റേണുകൾ അങ്ങനെയാണ്. അതുകൊണ്ട് LDC പരീക്ഷയിലൊന്നും 80, 90 കട്ട് ഓഫ് വരില്ല. അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള പല കാലഘട്ടത്തിലുള്ള രീതിയിലുള്ള ചോദ്യ പേപ്പർ അങ്ങ് വന്ന് വിട്ടുപോകണം, എന്നാലേ അത്രയും കട്ട് ഓഫ് ഒക്കെ വരുള്ളൂ. അല്ലാത്തിടത്തോളം അത്രയൊന്നും കട്ട് ഓഫ് ഉയരത്തിലുള്ള വരില്ല, ചെറിയ രീതിയിലുള്ള കട്ട് ഓഫ് വരും. പക്ഷേ പരീക്ഷ എന്തായിരിക്കും, നല്ല സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം നിങ്ങളുടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ തോന്നുന്നൊരു പ്രശ്നം, ഇനി പ്രത്യേകിച്ചും ഫ്രഷ് ആയിട്ടുള്ള ആളുകൾക്ക് തോന്നുന്നൊരു പ്രശ്നം, പഠിക്കാൻ ഇറങ്ങുമ്പോൾ ഈ സിലബസ് അറിഞ്ഞ് പഠിക്കാനിരിക്കുമ്പോൾ ഇനി പഠിക്കാനിരിക്കുന്നവരുടെ ഒരു പ്രധാന കൺസേൺ എന്ന് പറയുന്നത് ഇതാണ്: ചരിത്രം പഠിക്കണോ? ആകെ 5 മാർക്ക്. ഇന്ത്യാ ചരിത്രമുണ്ട്, കേരള ചരിത്രമുണ്ട്, ലോക ചരിത്രമുണ്ട്. അതെടുത്ത് നോക്കിയാൽ, ആ സിലബസ് എടുത്ത് നോക്കിയാൽ, ഏതെങ്കിലും കയ്യിലുള്ള റാങ്ക് ഫയൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മാത്രം ഏരിയ ഉണ്ട് ഇഷ്ടംപോലെ കിടക്കുന്നു അല്ലേ, വളരെയധികം കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ഭൂമിശാസ്ത്രം. 5 മാർക്കേ ഉള്ളൂ. പക്ഷേ ഇന്ത്യൻ ഭൂമിശാസ്ത്രം, പൊതുഭൂമിശാസ്ത്രം, കേരള ഭൂമിശാസ്ത്രം. ദെൻ ഭൗതികശാസ്ത്രം 3 മാർക്കിനേ ഉള്ളൂ, രസതന്ത്രം 3 മാർക്കിനേ ഉള്ളൂ. പക്ഷേ എന്താണ്, സ്കൂൾ ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ 5 മുതൽ 10 വരെയുള്ള അതിൽ 5, 6, 7, 8 എന്താണ് ഒരുമിച്ചാണ്, ബേസിക് സയൻസ് ആണ്. പിന്നീട് ഫിസിക്സ് 9, 10 അല്ലേ, ഫിസിക്സ് ആ സാധനം. അതേപോലെ കെമിസ്ട്രി. ഇത് മുഴുവൻ പഠിക്കേ വേണം. മാർക്ക് ആകെ എത്രയേ ഉള്ളൂ, 3 മാർക്കേ ഉള്ളൂ. ഇത് പലരുടെയും ഒരു പ്രശ്നമാണ്. അപ്പോൾ 10, 16. പിന്നെയോ കല, കായികം, സാഹിത്യം, സംസ്കാരം. ഈ പറഞ്ഞ പോലെ സിലബസ് വലിഞ്ഞ് മുറുകില്ലേ, ഇത്ര നീട്ടി വലിച്ച് കിടക്കുന്നൊരു സാധനമാണ്. അത്രയും വലിയൊരു സിലബസ് അവിടെയുണ്ട്. 5 മാർക്കേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെ എത്രയായി,
10, 16, 21 മാർക്ക്. അപ്പോൾ ഇത്രയും വലിയ സിലബസ് ഏരിയ ഞാൻ പഠിച്ചു തുടങ്ങുക. എന്നാൽ പിന്നെ ഞാൻ ചരിത്രം ഒന്നും നോക്കുന്നില്ല, ഭൂമിശാസ്ത്രം ഒന്നും നോക്കുന്നില്ല, ഭൗതികശാസ്ത്രം ഒന്നും നോക്കുന്നില്ല, രസതന്ത്രം ഒന്നും നോക്കുന്നില്ല, കലാകായിക സാഹിത്യം ഒന്നും നോക്കുന്നില്ല. 21 മാർക്ക് എനിക്ക് വേണ്ട, ബാക്കി 80, 79 ഉണ്ടല്ലോ, അതിന് ഞാൻ മത്സരിക്കും. ആ 79 ഞാൻ 79 അല്ലെങ്കിൽ 75 നേടും. അങ്ങനെ ഞാൻ ആദ്യ റാങ്ക് നേടും. നടക്കുമോ? നടക്കില്ല. നമ്മളിവിടെ എന്ത് തന്നെ ചെയ്യണം? വർക്ക് തന്നെ ചെയ്യണം. പൂർണ്ണമായിട്ടും അവഗണിച്ച്, ഒന്നിനെയും പൂർണ്ണമായിട്ട് അവഗണിച്ച് ഇത്തരം പരീക്ഷകൾ നടക്കില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, +2 ലെവൽ നടക്കും, ഡിഗ്രി ലെവൽ നടക്കും, അല്ലെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും ഒക്കെ അവിടെ നടക്കും. അതേപോലെ +2 ലെവൽ പരീക്ഷകളിലും ഇതേപോലെ പല ടോപ്പിക്കുകളും നമുക്ക് ഒഴിവാക്കിയിട്ട് പഠിക്കാൻ നടക്കും. പക്ഷെ ഇവിടെ തീരെ തൊടാതെ പോകുന്ന പരിപാടി നടക്കില്ല. ആ രീതിയിലുള്ള മത്സരമാണ് ഇത്തരം പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങൾ കട്ട് ഓഫ് 50 ആണല്ലോ, 60 ആണല്ലോ, 70 ആണല്ലോ നോക്കിയിട്ട് കാര്യമില്ല. കംപ്ലീറ്റ് വിട്ടുള്ള പരിപാടി നടക്കില്ല. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ചരിത്രം, ഭൂമിശാസ്ത്രം, ഭൗതികശാസ്ത്രം ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ചരിത്രം, ഇന്ത്യാ ചരിത്രം, കേരള ചരിത്രം, ലോക ചരിത്രം, ഇതിൽ SCERTയിലുള്ള സാധനങ്ങളും പഠിക്കുക. ചില പരീക്ഷകളിൽ, അതായത് മൊത്തം നടന്നു വരുന്ന ഇത്തരം ലെവൽ പരീക്ഷകളിൽ ഒരു 90-95% ചോദ്യപേപ്പറുകളിലും ചരിത്രത്തിലെയും ഭൂമിശാസ്ത്രത്തിലെയും ചോദ്യങ്ങൾ SCERTയിലുള്ള 10ാം ക്ലാസ് വരെയുള്ള ചാപ്റ്ററിൽ ഒതുങ്ങാറുണ്ട്. എല്ലാ പരീക്ഷയിലും ഒതുങ്ങാറുണ്ടെന്നല്ലേ പറയുന്നത്, മിക്ക പരീക്ഷകൾ ഒതുങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്നുള്ള മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ 10ാം ക്ലാസ് വരെയുള്ള SCERT എങ്കിലും നോക്കിയാൽ ഒട്ടുമിക്ക പരീക്ഷകളിലും. പക്ഷേ ചില പരീക്ഷകളിലൊക്കെ ഈ മേഖലയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എന്താണ്? UPSC നിലവാരത്തിലുള്ള ചോദ്യമാണ്. അതിനുള്ള ഉത്തരം ആ ഒരു സംശയം നിങ്ങൾക്ക് വരും. അപ്പോൾ UPSC മെറ്റീരിയൽ നോക്കണം, അതിനുള്ള സംശയം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പറയാം. നിങ്ങൾ ആ ലെവലിലേക്ക് അങ്ങനെ പോകണ്ട. അവിടെ കുറച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവും. അല്ലാതെ UPSCയിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ചോദ്യം ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ UPSCയുടെ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്ത് പഠിക്കാൻ, ഇനി UPSCയുടെ മെറ്റീരിയൽ മുഴുവൻ പഠിക്കാൻ LDCക്ക് വേണ്ടി എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? LDCക്ക് മാത്രമല്ല, 10th ലെവൽ പരീക്ഷയ്ക്ക് മാത്രമല്ല, ഡിഗ്രി ലെവൽ, +2 ലെവൽ പരീക്ഷയ്ക്ക് എല്ലാത്തിനും കൂടെ ഒരുമിച്ച് നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ആ ലെവലിൽ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അതല്ല ഇത് മാത്രമാണ്, അല്ലെങ്കിൽ ഇത്തരം പരീക്ഷകളാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഒരിക്കലും നിങ്ങൾ അത്തരം പഠനത്തിന് പോകരുത്. ഒരിക്കലും നിങ്ങൾ വിജയത്തിലേക്ക് എത്തില്ല. നടക്കൂല മക്കളെ, നടക്കൂല. അപ്പോൾ ചരിത്രത്തിൻ്റെ കാര്യം അതാണ്. അതേപോലെ തന്നെയാണ് ഭൂമിശാസ്ത്രവും. ഞാൻ ഈ പറഞ്ഞ പോലെ എന്താണ്, SCERT തന്നെ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. ആ ഒരു സാധനം എങ്കിലും പഠിച്ച് തീർക്കാൻ ശ്രമിക്കുക. ദെൻ ഭൗതികശാസ്ത്രം, രസതന്ത്രം 3 6 മാർക്കിന് വേണ്ടിയിട്ട് അല്ലേ, ഫിസിക്സും കെമിസ്ട്രിയും പാഠപുസ്തകങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ചാപ്റ്ററുകളുണ്ട്. അപ്പോൾ അവിടെ ഒരു പഠനത്തിലൊരു സെലക്റ്റീവ് സ്റ്റഡി നടത്തണം. മൊത്തത്തിൽ ഈ ഏരിയ അങ്ങ് വിട്ടുകളയുക എന്ന് വിചാരിക്കുന്നത് അതൊരു അബദ്ധമാണ്. 3 6 മാർക്കല്ലേ ഉള്ളൂ, ആ 6 മാർക്ക് എനിക്ക് വേണ്ട എന്ന് വെക്കുന്നത് അബദ്ധമാണ്. ഒരു രക്ഷയില്ല, നിങ്ങൾ ഇത്രയും തുടക്കക്കാരനാണ്, എനിക്ക് എന്തായാലും ഇതുകൊണ്ട് തീർക്കാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. സയൻസും ആണെങ്കിൽ, ഫിസിക്സും കെമിസ്ട്രി ആണെങ്കിൽ, അല്ലെങ്കിൽ തന്നെ എനിക്ക് വായിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സാധനവും മനസ്സിലാവുകയും ചെയ്യാത്ത ഏരിയയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ വിട്ടേക്ക്. പക്ഷേ ബാക്കിയുള്ള ഏരിയകൾ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ, അതല്ലാതെ ഒരു സെലക്റ്റീവ് സ്റ്റഡിക്ക് ഒരാളും നിങ്ങളോട് പറയില്ല. അങ്ങനെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അത് മഹാവിഡിത്താണ്. കാരണം അത്രയും മത്സരവീര്യം കൂടിയ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ട്രോങ് ആക്കി വെച്ചു എന്ന് വിചാരിക്കുന്ന ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നില്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഫുൾ മാർക്ക് കിട്ടണമെന്നില്ല. അവിടെ നിന്ന് വരുന്ന പല ചോദ്യങ്ങളും പല ടിസ്റ്റും ഉണ്ടാവും. അതുകൊണ്ട് തെറ്റിപ്പോവും. അതുകൊണ്ട് എവിടെ നിന്നും അല്ലേ, നിങ്ങളുടെ സ്ട്രോങ് ഏരിയ, ഹിസ്റ്ററി എൻ്റെ സ്ട്രോങ് ഏരിയയാണ്, ഫുൾ മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ എക്കണോമിക്സ് സിലബസ് ഇത്തിരിയല്ലേ ഉള്ളൂ, അത് കംപ്ലീറ്റ് അങ്ങ് പഠിച്ചാൽ അവിടെ നിന്ന് 5 മാർക്ക് കൊയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ മണ്ടത്തരാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ പൂർണ്ണമായിട്ടും വിടുന്നത് വിഡിത്തമാണ്. ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ 3 മാർക്ക് കിട്ടാൻ ഞാൻ 5 to 10 SCERT കംപ്ലീറ്റ് പഠിക്കണ്ടേ, വേറെ ഏരിയ പഠിക്കണ്ടേ എന്ന് വിചാരിക്കുകയാണെങ്കിൽ വിട്ടേക്കാം. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാ കിടക്കുകയാണ്, ഇങ്ങനെ വിശദമായിട്ട് കിടക്കുക. 5 മാർക്കാണുള്ളത്. ഇവിടെയുണ്ട്, 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 ഇവിടെയുണ്ട് അല്ലേ. ഓരോ ഏരിയയിൽ നിന്ന് ഓരോ മാർക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് 2 മാർക്ക്, അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തം 5 മാർക്ക് അല്ലേ. അപ്പോൾ ഇത്രയും വലിയൊരു ഏരിയ കിടക്കുന്നുണ്ട്. ഇഷ്ടം പോലെ പഠിക്കാനുണ്ടെന്നാണ്, ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. പക്ഷെ അവിടെ ചില കുഞ്ഞു ടോപ്പിക്കുകളൊക്കെ ഉണ്ട്. ചില ടോപ്പിക്കുകളൊക്കെ വളരെ എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ പറ്റിയാണ് അല്ലേ. അതേസമയം ചില ടോപ്പിക്ക് എന്താണ്, വലിയ സാധനമാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സാഹിത്യ പ്രസ്ഥാനം, അതിലെ പ്രധാന കൃതികളും കർത്താക്കളും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഇഷ്ടം പോലെ കിടക്കുന്നില്ലേ അല്ലേ. അത് എന്ത് വേണേൽ ചോദിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ടോപ്പിക്ക് പഠിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നതിനേക്കാളും ഏറ്റവും എളുപ്പം എന്താണ്, ഉറപ്പായിട്ടുള്ള ചോദ്യം ഉറപ്പിക്കാവുന്ന, എന്തായാലും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടാവും അല്ലേ, ഇത്രയേ പഠിക്കാനുണ്ടാവും മാക്സിമം അല്ലേ, വന്നാൽ ഇത്രയേ ഉള്ളൂ എന്ന് പഠിക്കാൻ വിചാരിക്കുന്ന അത്രയും ചില ഏരിയകളുണ്ട്. ആ ഏരിയകൾ വൃത്തിയായിട്ട് തീർക്കുക. ആ രീതിയിൽ എന്ത് ചെയ്യണം, ഇത്തരം ഏരിയകൾ എന്ത് ചെയ്യണം, നിങ്ങൾ അപ്രോച്ച് ചെയ്യണം. പിന്നെ പലരുടെയും ഒരു പ്രധാന പേടിയാണ് ആനുകാലികത്തിൻ്റെ 20 മാർക്ക്. ഇത് ഈ ഒരു സിലബസിലെ ഈ വെയിറ്റേജ് മാറിയതിന് ശേഷം ഇങ്ങോട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നൊരു സംഭവമാണ്. 20 മാർക്ക് കറണ്ട് അഫേഴ്സില്ലേ അല്ലേ. കറണ്ട് അഫേഴ്സിൻ്റെ 20 മാർക്ക് എത്ര ദിവസം വെച്ച് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം, ഏതൊക്കെ ദിവസം, എവിടെ മുതൽ എവിടം വരെ പഠിക്കണം, ഇത്
പലരുടെയും സംശയമാണ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ കാലഘട്ടത്തിൽ നടന്നിരിക്കുന്ന ചോദ്യപേപ്പറുകൾ, ഏത് ചോദ്യപേപ്പർ എടുത്ത് എണ്ണി നോക്കിയാലും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ചോദ്യം 20 എണ്ണം എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആ 20 എന്നുള്ള സംഖ്യ കണ്ട് പേടിക്കുന്ന പരിപാടി ആദ്യം നിർത്തുക. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് എണ്ണി തിട്ടപ്പെടുത്തി നോക്കിയാൽ ഒരു 13, 14, 15 ഒക്കെ കാണും. വളരെ അപൂർവമായിട്ടേ നിങ്ങൾക്കത് എണ്ണി 20ലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ, ബാക്കി ചോദ്യങ്ങൾ പലതും ഈ പറഞ്ഞിരിക്കുന്ന ബാക്കി ടോപ്പിക്കുകളില്ലേ, ചരിത്രം, ഭൂമിശാസ്ത്രം, എക്കണോമിക്സ്, ഭരണഘടന, കേരള ഭരണ സംവിധാനം, സുപ്രധാന നിയമങ്ങൾ, ഫിസിക്സ്, കെമിസ്ട്രി, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, കമ്പ്യൂട്ടർ, ഇങ്ങനെ കുറേ ഏരിയകൾ കിടക്കുന്നില്ല. അവിടങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയായിരിക്കും. അവിടങ്ങളിലൊക്കെ കൊടുത്ത വെയിറ്റേജ് 3, 4, 5 എന്നൊക്കെ ആയിരിക്കും. അവിടങ്ങളിലൊക്കെ ഓരോ ചോദ്യങ്ങളൊക്കെ അധികം കയറി വരും. സബ്ജക്റ്റ് വൈസ് വരും. ഒന്നുകിൽ ചിലപ്പോൾ ആ സബ്ജക്റ്റ് വൈസ് കറണ്ട് അഫയേഴ്സ് തന്നെയായിരിക്കും, അതല്ല എങ്കിൽ ചിലപ്പോൾ ആ സബ്ജക്റ്റ് എന്നുള്ള ചോദ്യം തന്നെയായിരിക്കും. കറണ്ട് അഫയേഴ്സ് ആയിരിക്കില്ല, ആനുകാലികമായിരിക്കില്ല, ചോദ്യമായിരിക്കും. അതായത് കറണ്ട് അഫയേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞിട്ട് എങ്ങോട്ടേക്ക് കൂടും, അവിടത്തേക്ക് കൂടും. ഇത് എല്ലായിടത്തും കാണുന്നതാണ്. അതുകൊണ്ട് ഈ 20 മാർക്ക് എന്ന് വിചാരിച്ചുള്ള പേടി ആദ്യം ഒഴിവാക്കുക. പിന്നെ രണ്ടാമത് ചെയ്യേണ്ട കാര്യം, ഈ പഠിക്കുന്ന ചരിത്രം, ഭൂമിശാസ്ത്രം തുടങ്ങി കമ്പ്യൂട്ടർ, സുപ്രധാന നിയമങ്ങൾ, ഇങ്ങനെയുള്ള കലാകായികം, സാഹിത്യം വരെയുള്ള ഇത്രയും ടോപ്പിക്കുകളില്ലേ, ആ ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കി കറണ്ട് അഫയേഴ്സ് പഠിക്കുക. ആ രീതിയിലുള്ളൊരു പഠനമാണ് നടത്തേണ്ടത്, അല്ലേ? അല്ലാതെ ഡെയിലി കറണ്ട് അഫയേഴ്സ്, അല്ലേ, ഓരോ ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് കാണുന്നു, അതിൻ്റെ വീക്കിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ് കാണുന്നു, മന്ത്ലി കറണ്ട് അഫയേഴ്സ് കാണുന്നു, നല്ലതാണ്, അല്ലേ? കാര്യങ്ങൾ പഠിക്കാം, അതിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത് നല്ലതാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ട് അത് അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചില്ല എങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. ഓരോ വിഷയത്തിലും വരയ്ക്കുന്ന സംഭവങ്ങൾ, അല്ലേ, അതായത് അധ്യാപകരുടെ ക്ലാസ്സുകളിൽ അത് കൂട്ടിച്ചേർത്തിട്ടുണ്ടാവും. അത്തരം കാര്യങ്ങളാണ് കൂടുതലും പരീക്ഷകളിൽ കടന്നു വരിക. പിന്നെ നിങ്ങളുടെ സംശയം എന്തായിരിക്കും, ഏത് വരെ എന്നുള്ളതാണ്. പരീക്ഷയുടെ ഒരു 3 മാസം മുമ്പ് വരെയാണ് നമ്മൾ പഠിക്കുക എന്ന് വെച്ചാൽ, തൊട്ട് 3 മാസം മുമ്പുള്ള കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുള്ള പരീക്ഷയൊക്കെ വളരെ അപൂർവമേ നടന്നിട്ടുള്ളൂ. പഴകിൽ ബാക്കൗട്ടുള്ളത് അത് എത്ര വേണമെങ്കിലും അങ്ങോട്ടേക്ക് ആവാറുണ്ട്. ചില പരീക്ഷകളിലൊക്കെ 2, 3, 4 കൊല്ലമൊക്കെ മുന്നേയുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ അപൂർവമായിട്ട് സംഭവിക്കുന്ന. പൊതുവെ പറയുമ്പോൾ നിങ്ങളുടെ പരീക്ഷ ജൂലൈയിലല്ലേ ആരംഭിക്കുന്നത്, ജൂലൈ ലാസ്റ്റ് അല്ലേ ആരംഭിക്കുന്നത്. ജൂലൈ വിടാം, ജൂൺ വിടാം, മെയ് വിടാം, ഒരു ഏപ്രിൽ മാസം, ഏപ്രിൽ ശരിക്കും വേണമെന്നില്ല, ഓക്കെ, മാർച്ച് ലാസ്റ്റ് വരെ, ഏപ്രിൽ ഒരു പകുതി വരെ, ഏപ്രിൽ ഒരു പകുതി വരെയൊക്കെയുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് ശേഷമുള്ള എന്തായാലും വേണ്ട. ശരിക്കും പറയുകയാണെങ്കിൽ മാർച്ച് വരെയുള്ളത്, ഏപ്രിലിന് ശേഷമുള്ളതൊന്നും അങ്ങനെ ചോദിക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ്. വളരെ അപൂർവമായിട്ടാണ് ഒരു 3 മാസം തൊട്ട് 3 മാസം മുമ്പേ വരെയുള്ള കറണ്ട് അഫയേഴ്സൊക്കെ PSC ചോദിച്ചിട്ടുള്ളൂ. അതും വളരെ റയറായിട്ട്. ഓക്കെ, അപ്പം പരീക്ഷയുടെ ഒരു 3 മാസം മുമ്പ് വരെയുള്ള അതായത് ഏപ്രിൽ വരെയുള്ള, അതായത് ഇതിപ്പോൾ 2024 ഏപ്രിൽ വരെയുള്ള അപ്പോൾ 2024 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന സാധനം അതാണ്. 2024 ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആ ഒരു ടൈമിലുള്ള സാധനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2023 അല്ലേ വർഷത്തിലെ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് സബ്ജക്റ്റ് വൈസ് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത് കൊണ്ട് തന്നെ അതിനേക്കാളും പഴയ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളൊക്കെ പല ഏരിയയിലും കടന്നു വരും. അപ്പോൾ അത് വിചാരിച്ച് 22ലെയും 21ലെയും 20ലെയും എല്ലാം വാർഷികമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആരെങ്കിലുമൊക്കെ തയ്യാറാക്കി നമ്മൾ എടുത്ത് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വിഡ്ഢിത്തമാണ്, നമ്മൾ സമയം പോകും, എന്നാൽ അതിൽ കാര്യമില്ല. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ സബ്ജക്റ്റും പഠിക്കുന്ന സമയത്ത് അവിടെ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. ഓക്കെ, ആ രീതിയിൽ കറണ്ട് അഫയേഴ്സിന് എന്ത് ചെയ്യുക നോക്കിക്കാണുക. പിന്നെ അതിലുള്ള ഇമ്പോർട്ടൻ്റ് ഏരിയ ഏതൊക്കെയാണെന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ആനുകാലികത്തിലെ ഹോട്ട് ടോപ്പിക്സുകൾ ഏതൊക്കെയാണ്, അല്ലെ, നിലവിൽ ഇപ്പോൾ PSC നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളിലെ ഏറ്റവും ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി LDCക്ക് വേണ്ടിയിട്ട്, ഗാന്ധി ബോർഡ് LDCക്കും മറ്റതിനൊക്കെ വേണ്ടിയിട്ടുള്ള ബ്ലൂ പ്രിൻ്റ് ക്ലാസ്സുകളൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് ഉടൻ വരും. പിന്നെ അടുത്ത പേടി ഗണിതം, ഇംഗ്ലീഷ് 10 10 20 മാർക്കേ ഉള്ളൂ. അതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളവരുടെ പേടിക്ക് ഇത്തിരി കുറവുണ്ട്, അല്ലേ? പണ്ടത്തെ പോലെ 20 മാത്സ് 20 മാർക്ക് അതൊക്കെ 20 എൻ്റെ 20 പോകുമല്ലോ, അല്ലെങ്കിൽ 5 4 എനിക്ക് കിട്ടുള്ളൂ എന്നൊക്കെയുള്ള ടെൻഷനൊന്നുമില്ല. ആകെ 10 മാർക്കേ ഉള്ളൂ. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ എല്ലായിടത്തിലും ഒന്ന് കയറി നോക്കാം, അല്ലേ? മാത്സ് പഠിപ്പിക്കുന്ന പലരും ഉണ്ടല്ലോ. അപ്പം ശരിയാവും വിചാരിച്ചിട്ട് എല്ലാവരുടെ ക്ലാസ്സും ഒന്ന് കണ്ടു നോക്കാം, ശരിയാവുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് എല്ലായിടത്തിലും കയറി നോക്കും. അവിടെയൊക്കെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കണക്കുകൾ ആരെങ്കിലുമൊക്കെ ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ കാണും. നിങ്ങൾ വിചാരിക്കും എന്താ ഞാൻ മാത്സ് പഠിച്ചു, ആ മാത്സിൽ ഞാൻ പുലിയായി എന്ന് വിചാരിക്കും. പരീക്ഷയ്ക്ക് നോക്കുന്നേരം സ്ഥിതി പണ്ടത്തെ പോലെ തന്നെ. എന്താണ്, മാർക്ക് ഇങ്ങോട്ട് കയറി വരുന്നില്ല. ചെയ്തു നോക്കുന്നേരം ക്ലാസ് ചെയ്ത് കാണിക്കുമ്പോൾ എന്താണ്, നമ്മൾ ഇമ്പ്രസ്ഡ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്താണ്, പരീക്ഷയ്ക്ക് പ്രശ്നം. ഇതാണ് മാത്സിൻ്റെ ഇംഗ്ലീഷിൻ്റെയും പലരുടെയും സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങളുടെ മാത്സിൻ്റെ സിലബസ് നോക്കിയാൽ 12, 13, 25 ടോപ്പിക് ഉണ്ട്. ഇതൊരു പക്ഷേ മാത്സ് അടിത്തറയില്ലാത്തവന് ഈ 25 ടോപ്പിക്കും താങ്ങാൻ പറ്റുന്നതല്ല. ഈ പറയുന്ന ജാമിതീയ രൂപങ്ങൾ, പ്രോഗ്രഷൻ, കൃത്യംഗങ്ങൾ, ഇതൊന്നും അവനെ കൊണ്ട് താങ്ങുന്ന ടോപ്പിക്കല്ല മാത്സിൻ്റെ ഒരു അടിത്തറയില്ലാത്തൊരുത്തിന്.
ബാക്കിയിലെ ടോപ്പിക്ക് പക്ഷേ എന്താണ്, മാത്സിൻ്റെ അടിത്തറ ഇല്ലാത്തൊരുത്തനും ഏത് രീതിയിൽ അല്ലേ നല്ല രീതിയിൽ മെനക്കെട്ട് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ആ തിരിച്ചറിവിൽ കളിക്കണം. ഇവിടെ നിന്ന് മാർക്ക് വന്ന് പോട്ടേന്ന് വെക്കണം. കാരണം അവിടെ സെലക്ഷൻ നടക്കും അല്ലേ. ആകെ 10 മാർക്കേ ഉള്ളൂ. 12, 13, 25 ടോപ്പിക്കിൽ നിന്നാണ് 10 മാർക്ക് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും 10 ടോപ്പിക്കിനെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. എന്തായാലും ചോദ്യം വരുന്നുള്ള രീതിയിലാണെങ്കിൽ LGS അത് നടക്കില്ല. കാരണം LGS എന്താ 8 ടോപ്പിക്ക് മാത്സ്, 8 ടോപ്പിക്ക് മെൻ്റൽ എബിലിറ്റി, ആകെ 20 മാർക്ക്. 10 മാർക്ക് ഈ 8 വരും, 10 മാർക്ക് ഈ 8 വരും. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാ ടോപ്പിക്കിൽ നിന്നും ചോദ്യം വരും. ഒരു ടോപ്പിക്കിൽ നിന്ന് ചിലപ്പോൾ 1-2 ടോപ്പിക്കിൽ നിന്ന് ചിലപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ വരും. അപ്പോൾ അവിടെ ടോപ്പിക്ക് ഒഴിവാക്കി പഠിക്കൽ നടക്കില്ല. പക്ഷേ ഇവിടെ മാത്സിൻ്റെ കാര്യത്തിൽ ഇവിടെ അത് നടക്കും. 12, 13, 25 ടോപ്പിക്കാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ ടോപ്പിക്കുകൾ ഒഴിവാക്കി അല്ലെങ്കിൽ ഇത്രയും ഏതെങ്കിലുമൊക്കെ ടോപ്പിക്കുകൾ ഒഴിവാക്കി പഠിച്ചാലും ചിലപ്പോൾ ഫുൾ മാർക്ക് കിട്ടിയെന്ന് വരാം. അപ്പോൾ ഒരു രക്ഷയില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് നടക്കൂലാന്ന് തോന്നുകയാണെങ്കിൽ വെറുതെ അതിൽ സമയം കളയരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നടക്കുമെങ്കിൽ നിങ്ങൾ ഇറങ്ങി തിരിച്ചോ നേടിക്കോ. പക്ഷെ നിങ്ങളെ കൊണ്ടാവാത്തൊരു ടോപ്പിക്കാണെങ്കിൽ അതിൽ വെറുതെ എന്നാൽ പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മാഷ പറയുന്നുണ്ട്, അപ്പോൾ ഇത്രയും കണക്കുകളൊന്ന് നോക്കിയേക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി അവിടെ സമയം പോക്കുന്നതിൽ ഒരർത്ഥമില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളെ കൊണ്ട് പറ്റുന്നിടത്തു നിന്നുള്ള മാർക്ക് നഷ്ടപ്പെടാതെ ഉറപ്പിക്കുക. ബാക്കിയുള്ള ടോപ്പിക്കിൽ എന്ത് വന്നാലും ഇവിടെ നഷ്ടപ്പെടരുത്. അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇന്നത്തെ കാലഘട്ടം അതാണ്. PSC പരീക്ഷയുടെ രീതി അതാണ്. അല്ലാതെ അവിടെ നിന്ന് ചിലപ്പോൾ ഒരു ചോദ്യം വന്നാൽ കിട്ടും, ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണല്ലോ, ടൈപ്പാണല്ലോ, അപ്പോൾ അത് പണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടാവുകൊണ്ട് ആവർത്തിക്കാൻ സാധ്യത വിചാരിച്ചാൽ അങ്ങനെ പഠിക്കുന്നതിൽ ഇപ്പോൾ ഒരു പ്രാധാന്യമില്ല. ഇപ്പം പഠിക്കുന്ന ടോപ്പിക്കുകൾ അതിൽ പെർഫെക്ഷൻ നടത്തുക എന്നുള്ളതാണ്, പെർഫെക്ഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാന കാര്യം. ഓക്കെ, അടുത്ത സംശയം ഇതായിരിക്കും, UPSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കണോ? നിങ്ങളൊരു LDC പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം നോക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ UPSC മെറ്റീരിയൽസോ UPSC ക്വസ്റ്റ്യൻ പേപ്പറുകളോ എടുത്ത് പഠിക്കുന്നതിൽ ഒരു കാര്യമില്ല. അത് നിങ്ങൾക്ക് ഗുണത്തേക്കാൾ ഉപരി ദോഷമാണ് ചെയ്യുക. എപ്പോഴും നമ്മുടെ കഴിവിൽ നമുക്ക് എത്ര വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും, എത്രയുണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമുക്കറിയാതെ നമ്മളൊരു ഉള്ളിലൊരു ചിന്ത വരും, അയ്യോ ഇതും കൊണ്ടൊക്കെയാണോ ഞാൻ കളിക്കേണ്ടത് എന്നുള്ളൊരു ബോധ്യം വരും അല്ലേ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അത് നിങ്ങൾക്ക് ലഭ്യമാകുക മിക്കവാറും എന്തിലായിരിക്കും, ഇംഗ്ലീഷ് തന്നെയായിരിക്കും. എന്നിട്ട് ആ ക്വസ്റ്റ്യനാണ് ഇവിടെ മലയാളത്തിൽ പേസ്റ്റ് ചെയ്ത് തന്നതെന്നൊക്കെ നിങ്ങളോട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോകും, നിങ്ങൾ സമയം നഷ്ടപ്പെടും എന്നല്ലാതെ ഇത്തരം പരീക്ഷകൾ കാര്യമില്ല. +2 ലെവൽ, ഡിഗ്രി ലെവൽ പരീക്ഷകൾ നിർബന്ധമാണ്. ഡിഗ്രി ലെവൽ പരീക്ഷകൾ നിർബന്ധമാണ്. അത് വെച്ച് തന്നെയാണ് ഇപ്പോൾ പഠനം. UPSC മെറ്റീരിയൽസും UPSC പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളും വെച്ച് തന്നെയാണ് അവിടെ പഠനം വേണ്ടത്. അതൊക്കെ. പക്ഷേ ഇവിടെ അത് നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഏതെങ്കിലും 1-2 ചോദ്യങ്ങൾ അത്തരം ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കോപ്പി അടിച്ചാന്ന് വിചാരിക്കരുത്. അവിടെയും ഇവിടെയും ചോദ്യമിട്ട ചോദ്യകർത്താവ് ഒരേ സോഴ്സിനെ ആശ്രയിച്ചു എന്ന് മാത്രം വിചാരിക്കുക. അല്ലാതെ UPSC ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങോട്ട് പകർത്തിയതാണെന്നുള്ള ചിന്തയിൽ ഇങ്ങോട്ടേക്ക് പായാൻ നിൽക്കരുത്, ഓടാൻ നിൽക്കരുത്. ദയവേത് എനിക്ക് നിങ്ങളോട് അതാണ് പറയാനുള്ളത്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു ടോപ്പിക്, ആ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ആ ടോപ്പിക്കിനെ പറ്റി ആധികാരികമായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത്തരം സോഴ്സുകളെ ആശ്രയിക്കുക. ഇപ്പോൾ ഒരു വിഷയം പഠിക്കുന്നു, അത്തരം സോഴ്സുകളെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. SCRTയിലുള്ള കാര്യങ്ങൾ മുഴുവൻ പഠിക്കുന്നു, അതോടൊപ്പം SCRT ഹയർ സെക്കൻഡറി പഠിക്കുന്നു. ദെൻ എന്താണ്, നിങ്ങൾ ഇത്തരം സോഴ്സുകളും ആശ്രയിച്ച് പഠിക്കുന്നു, അതിന് തെറ്റില്ല. പക്ഷേ ഇങ്ങനെ പോയി എന്നതിൽ എന്താണ് ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്ത് ആ ചോദ്യങ്ങളിലെ അവിടെ നിന്ന് ഏതൊരു ചോദ്യം ഇവിടെ വന്നിക്കെന്ന് വിചാരിച്ചിട്ട് പ്രീവിയസ് ഒരു 10 കൊല്ലത്തെ പ്രീവിയസ് ഒക്കെ എടുത്ത് വെച്ച് പഠിക്കുന്ന ആനമണ്ടന്മാരായിട്ട് നിങ്ങൾ മാറരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. LDCക്ക് വേണ്ടിയാണെങ്കിൽ. ഡിഗ്രി ലെവലിന് വേണ്ടിയാണെങ്കിൽ അത് ചെയ്തിട്ടില്ലെങ്കിലാണ് നിങ്ങൾ ആനമണ്ടന്മാരാവുക. ഓക്കെ, യെസ്. അടുത്തത് ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ്. അത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ. ഒരു 20 രീതിയിലാണ് PSC ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 20 പാറ്റേണുകൾ മനസ്സിലാക്കിയിട്ടാണ് പഠിക്കേണ്ടതെന്നൊക്കെ നിങ്ങളോട് തുടക്കത്തിലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു LDCയുടെ ഒരു തയ്യാറെടുപ്പൊക്കെ നിങ്ങൾ ആരംഭിക്കുന്ന സമയത്തേ പറഞ്ഞിട്ടുണ്ട്. ഏതൊരു ഏരിയ നോക്കുമ്പോഴും ഈ 20 ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലൂടെ കടന്നു പോകണം. അല്ലാതെ നിങ്ങൾ എത്ര പഠിച്ചാലും ഈ രീതിയിൽ പഠിക്കുന്നവൻ നിങ്ങൾ മുന്നിൽ കയറും. കാരണം എന്താ, നിങ്ങൾ പഠിക്കുന്നു, റിവിഷൻ ചെയ്യുന്നു, നല്ല പെർഫെക്റ്റ് ആക്കി വെക്കുന്നു. പക്ഷെ മറ്റവൻ എന്തുകൂടെ ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്നും അതെങ്ങനെയാണ് വന്നാൽ അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ള പരിശീലിച്ചുകൊണ്ട് മാതൃകാ പരീക്ഷകളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെക്കാളും ആനുകൂല്യം അയാൾക്ക് കിട്ടും. അതുകൊണ്ട് ആ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. ഏതൊരു ഏരിയ പഠിക്കുമ്പോഴും അവിടെ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം അത് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വരുന്നുണ്ട് എന്ന് നമ്മൾ അറിയണമെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന PSC പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ നോക്കണം. മാക്സിമം മോഡൽ എക്സാമുകൾ എഴുതണം. ഇനി മൂന്നാമത് നിങ്ങൾ അറിയേണ്ട കാര്യം എന്താ, ഇവിടെ നിന്ന് വരുന്നത് അറ്റൻഡ് ചെയ്താൽ എൻ്റെ സ്ഥിതി എന്താണ് എന്നുള്ളത് അറിയണം. എനിക്കിഷ്ടം പോലെ നെഗറ്റീവ് വരുന്നുണ്ടോ അല്ലേ, ഞാൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ അതറിയണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഇത്തരം മോഡൽ എക്സാമുകൾ മാക്സിമം എഴുതണം. ആപ്പിൽ കയറിയിട്ടില്ല, എൻട്രിയിലാണെങ്കിൽ എൻട്രിയിൽ ഇഷ്ടംപോലെ സൗജന്യ മാതൃകാ പരീക്ഷകൾ LDയുടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പാക്ക് തന്നെ ഉണ്ട്. അതെല്ലാം കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാവും.
എത്രത്തോളം നെഗറ്റീവ്സ് വരുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ തരണം ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം ചെയ്ത് നമ്മൾ ഇമ്പ്രൂവ് ആയിട്ട് വരണം, അല്ലേ? നമ്മുടെ നെഗറ്റീവുകൾ കുറഞ്ഞു വരണം. ഉറപ്പായിട്ടും നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നെഗറ്റീവ് കൂടും, അത് സ്വാഭാവികമാണ്. ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ നെഗറ്റീവ് കൂടും. അങ്ങനെ ചെയ്ത് അങ്ങോട്ടേക്ക് നീളുന്നതിനനുസരിച്ച്, നിങ്ങളുടെ അനുഭവം കൂടുന്നതിനനുസരിച്ച് നെഗറ്റീവിൻ്റെ എണ്ണം കുറഞ്ഞു വരും. നെഗറ്റീവ് എന്നും ഉണ്ടാവും നിങ്ങളുടെ കൂടെ. ഞാൻ പറയുന്നു, ഒരിക്കലും നിങ്ങൾക്ക് 0 നെഗറ്റീവ് ആക്കാൻ പറ്റില്ല. 0 നെഗറ്റീവ് ആക്കി മാറ്റുന്നുണ്ട് നിങ്ങളെങ്കിൽ അതിനർത്ഥം, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ അർത്ഥം നിങ്ങൾ ഒരു യഥാർത്ഥ റാങ്ക് ജേതാവിൻ്റെ ലക്ഷണം നിങ്ങളിൽ ഇല്ല എന്നാണ്. നിങ്ങൾ കാത്തിരിപ്പിൻ്റെ ആളാണ്. ഇത്തവണയും കിട്ടാതെ പെർഫെക്ഷനിലേക്ക് എത്താൻ വേണ്ടി കാത്തുനിന്ന് കാലങ്ങൾ കഴിഞ്ഞിട്ട് റാങ്ക് നേടുന്ന ആളായിരിക്കും. അല്ലാതെ റാങ്ക് നേടുന്ന ആളുകൾ എന്നും കുറച്ച് നെഗറ്റീവുകൾ വരുത്തും. കാരണം അവർ ആ ഒരു ശ്രമം നടത്തുമ്പോൾ കുറേ ചോദ്യങ്ങൾ നേടിയെടുക്കുകയും കുറച്ച് ചോദ്യങ്ങൾ തെറ്റിപ്പോവുകയും ചെയ്യും. അതിനെക്കുറിച്ച് വ്യാകുലപ്പെടരുത്. അത് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്നതിൽ മാക്സിമം ശരിയും മിനിമം തെറ്റും എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള മാത്രമേ ഉള്ളൂ. അല്ലാതെ നെഗറ്റീവ് പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളത് നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഴിവ് നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ കഴിവ് നിങ്ങൾ പ്രയോഗിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് നെഗറ്റീവ് വരുന്നത്. ഒന്നും അറിയാത്ത ഒരാൾ നിങ്ങൾ വെറുതെ കറക്കി കുത്തി നെഗറ്റീവ് അടിക്കും, അല്ലേ? ഒന്നുകിൽ നിങ്ങൾക്കൊന്നും അറിയില്ല, നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്, 0. നിങ്ങൾ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യം വന്നു, ഈ ചോദ്യത്തിനെപ്പറ്റി കുറച്ച് അറിവുകൾ നിങ്ങൾക്കുണ്ട്, അപ്പോൾ നിങ്ങൾ എഴുതാൻ നോക്കുന്നു, തെറ്റുന്നു. അപ്പോൾ അത് നിങ്ങളുടെ കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ആദ്യകാലങ്ങളിൽ നെഗറ്റീവ് വന്നു അല്ലെങ്കിൽ തുടക്കത്തിൽ നെഗറ്റീവ് വരുന്നു എന്നുള്ളത് കൊണ്ട് പിന്മാറുകയല്ല വേണ്ടി നമ്മൾ. ഇതെന്താണ്, ഇത് ഞാൻ ഇമ്പ്രൂവ്ഡ് ആകുന്നുണ്ട് എന്നുള്ളൊരു ലക്ഷണമാണ്. ഞാൻ മെച്ചപ്പെട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ കഴിവുകൾ പ്രയോഗിക്കാൻ നോക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ശുഭസൂചനയാണ് നെഗറ്റീവ് മാർക്ക്. അതുണ്ടാവും, ഏതൊരാൾക്കും തുടക്കത്തിലുണ്ടാവും, ഒടുക്കത്തിലും ഉണ്ടാവും. എണ്ണം കുറയ്ക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. വേറെ അതിനെപ്പറ്റി ചിന്തിച്ച് ടെൻഷൻ അടിക്കരുത്. ഓക്കെ, ദെൻ ഏറ്റവും പ്രധാന ഘടകം ഇപ്പോൾ PSC പരീക്ഷയിൽ ടൈം മാനേജ്മെൻറ്റ്, അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് മാത്രമല്ല 20 രീതികളുണ്ടല്ലോ. ആ 20 പാറ്റേണുകൾ ചോദ്യങ്ങൾ വരുമ്പോൾ ഈ പരിചയമില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടംപോലെ സമയം നിങ്ങൾക്ക് വേണ്ടി വരും. ഈ പറയുന്ന 1.5 മണിക്കൂറൊന്നും പലർക്കും എന്ത് ചെയ്യില്ല, എക്സാം എഴുതി തീർക്കാൻ പറ്റില്ല. അറിയുന്ന ചോദ്യങ്ങളുണ്ടാവും, വീട്ടിൽ പോയിട്ട് വെറുതെ ചെയ്ത് നോക്കി അയ്യോ എനിക്ക് അറിയുന്നത് പോലും ചെയ്യാൻ പറ്റിയില്ല എന്ന് ടെൻഷൻ അടിക്കേണ്ടി വരും. ആ അവസ്ഥ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട. അതിലേറ്റവും പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് തന്നെയാണ്. മാക്സിമം മോഡൽ എക്സാം എഴുതുക, ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. പിന്നെ മൈന്യൂട്ടായിട്ടുള്ള മൈക്രോ ലെവലുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ എക്സാം അടുപ്പിച്ചിട്ടുള്ള പല വീഡിയോകളിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും എക്സാം അടുപ്പിച്ചുള്ള വീഡിയോകളിൽ അത് പറഞ്ഞു തരും. ഓക്കെ, മൈക്രോ ലെവലുള്ള കാര്യങ്ങളുണ്ട്, അല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പേനയിൽ പോലും കാര്യങ്ങളുണ്ട്, അല്ലേ? ഈ പറഞ്ഞ സമയം മാനേജ് ചെയ്യുന്നതിൽ പേനയിൽ പോലും കാര്യങ്ങളുണ്ടാവും. പണ്ടേ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കൃത്യമായിട്ട് ടിപ്സ് വീഡിയോ തന്നെ ചെയ്ത് തന്നിട്ടുണ്ട് അത്, അല്ലേ? ഒരു പേനയിൽ പോലും ഒരു 10 ബബിള് ചെയ്യുന്ന സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. അതായത് പലരും എന്താ ചെയ്യുക, വിശ്വാസത്തിൻ്റെ പുറത്തൊരു പുതിയ പെന്നും വാങ്ങിയിട്ട് പരീക്ഷ എഴുതാൻ പോവുക ചെയ്യുക, പൂജിച്ചൊക്കെ പരീക്ഷ എഴുതാൻ കൊണ്ടുപോകും, അല്ലേ? പക്ഷേ അതേസമയം എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഒരാഴ്ച മുന്നേ പേന വാങ്ങിയിട്ട് ഉപയോഗിച്ച് ശീലിക്കുക എന്നുള്ളതാണ്. ആ ശീലിച്ച പേന കൊണ്ട് 100 എണ്ണം ബബിൾ ചെയ്യുന്ന നിങ്ങളും പുതിയതായിട്ട് ആ പേന കൊണ്ട് 100 എണ്ണം ബബിൾ ചെയ്യുന്ന നിങ്ങളും തമ്മിൽ 10 എണ്ണം ഇവിടെ അധികം ബബിൾ ചെയ്യാൻ, പെട്ടെന്ന് വേഗം ബബിൾ ചെയ്യാനുള്ള ഒരു സമയം നിങ്ങൾക്ക് കിട്ടും. അത് സമയത്തിൻ്റെ കാര്യത്തിൽ നിർണായകമാണ്. ഇതേപോലെ പല കാര്യങ്ങളുണ്ട്. ചെറുത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന വലുതായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാനുണ്ട് ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. 1.5 മണിക്കൂറേ ഉള്ളൂ, 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. കണക്കിൽ പോലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ പല പരീക്ഷകളിലും കടന്നു വരുന്നുണ്ട്. GKയിൽ എന്തായാലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാവും. അതൊരു പക്ഷേ ചില പരീക്ഷകൾ 5, 6, 10 ആവാറുണ്ട്. ചില പരീക്ഷകളിൽ 42 ചോദ്യങ്ങൾ വരെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ വന്ന പരീക്ഷകളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു സാധനം മുൻകൂട്ടി കാണണം. അതുകൊണ്ട് വെറുതെ ഇരുന്ന് പഠിച്ചാൽ പോരാ, വെറുതെ ഇരുന്ന് ചോദ്യപേപ്പർ കണ്ടാൽ പോരാ, ചെയ്ത് സ്പീഡ് കൂടണം. അപ്പോൾ സ്പീഡ് എന്നുള്ള കാര്യം വളരെ നിർണായകമാണ്. പണ്ട് കേരളത്തിലെ മത്സര പരീക്ഷകൾ, അതായത് കേരളത്തിലെ PSC രംഗത്തുള്ള മത്സര പരീക്ഷകളിൽ സ്പീഡ് അത്ര നിർണായക ഘടകമൊന്നും ആയിരുന്നില്ല. കാരണം എന്താ, 1.25 മണിക്കൂറുണ്ട്. അത് മിക്ക പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ധാരാളമായിരുന്നു. അവസാനത്തെ ഒരു 15 മിനിറ്റ് വീണ്ടും ചെയ്ത് നോക്കാനുള്ള സമയമൊക്കെ കിട്ടാറുണ്ടായിരുന്നു നമ്മുടെ കാലഘട്ടത്തിൽ, എല്ലാവരുടെ കാലഘട്ടത്തിലും, നിങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ അവിടെ ആ സ്പീഡിന് വലിയ പ്രാധാന്യം ഇല്ലായിരുന്നു മത്സര പരീക്ഷയിൽ. പക്ഷേ ഇന്ന് PSC മത്സര രംഗത്ത് ആ ഒരു സ്പീഡ് എന്നുള്ള കാര്യത്തിന് നല്ല പ്രാധാന്യമുണ്ട്. ഓക്കെ, അതുകൊണ്ട് അത് ശീലിച്ച് വരണമെങ്കിൽ ഈ രീതി ചെയ്ത് തന്നെ പോകണം. നമ്മളെ ബാച്ചിലൊക്കെയുള്ള അതിൻ്റെ പ്രത്യേകത അതാണ്. ഓരോ ദിവസവും പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഡെയിലി എക്സാമുകൾ ഉണ്ടാവും. ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങളിത് മുഴുവൻ പഠിച്ചില്ലെങ്കിലും പോട്ടെ, നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യണം. കാരണം എന്താ, നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് 50-ൽ 50 മാർക്ക് എന്ന് കാണിക്കാനല്ല ഈ എക്സാം നടത്തുന്നത്. അത് മാത്രമല്ല അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അതിന് വേറെ പല ഉദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട്
മുഴുവൻ പഠിച്ചില്ല എങ്കിലും എക്സാം നിർബന്ധമായിട്ട് എഴുതണം. അവിടുന്ന് എങ്ങനെ ചോദ്യങ്ങൾ വരുന്നു, അത്തരം ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ഇത് ചെയ്യുമ്പോൾ എനിക്ക് എത്ര നെഗറ്റീവ് വരുന്നു, ഇത് ചെയ്യുന്തോറും എൻ്റെ സ്പീഡ് കൂടുന്നു, ഇങ്ങനെയുള്ള പല പല ഘടകങ്ങളാണ് അവിടെ ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം എക്സാമുകൾ എഴുതുക എന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ എല്ലാവർക്കും പഠിക്കാനുള്ള സോഴ്സൊക്കെ എല്ലാവർക്കും അറിയാം. എല്ലാവരും പഠിക്കുന്നുണ്ട്, റിവിഷൻ ചെയ്യുന്നുണ്ട്, എക്സാമുകളും എഴുതുന്നുണ്ട്. അതെല്ലാം അറിയുന്നതുകൊണ്ട് അത്രയും എക്സാമുകൾ എഴുതുന്നുണ്ട്. പക്ഷേ അവസാനം ഇവരെ തമ്മിൽ വേർതിരിക്കുന്നത് അവർ എത്രത്തോളം മോഡൽ എക്സാമുകൾ എഴുതി, എത്രത്തോളം പെർഫെക്ഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നു, ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള മൈക്രോ ലെവൽ കാര്യങ്ങൾ എത്രത്തോളം പ്രാവർത്തികമാക്കി എന്നുള്ളതൊക്കെയാണ് അവസാന ഘട്ടത്തിൽ നിങ്ങളെ തമ്മിൽ വേർതിരിക്കുക. ഓക്കെ, ദെൻ SCERT മാത്സ് പഠിക്കണം. ഈ കാലഘട്ടത്തിൽ ഈ ഒരു 2020-21 മാറ്റം നടന്നതിന് ശേഷമുള്ള കാലഘട്ടത്തിലുള്ള PSC ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ പല മാത്സ് ചോദ്യങ്ങളെയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ പറയുന്ന 5 മുതൽ 10 വരെയുള്ള SCERT പാഠപുസ്തകങ്ങൾ കാണാൻ പറ്റും. ചില പരീക്ഷകളിലൊക്കെ കടന്നു വരുന്ന ചില ചോദ്യങ്ങളൊക്കെ, എല്ലാം ചോദ്യങ്ങൾ SCERT ഒന്നും അങ്ങനെ വന്നിട്ടൊന്നുമില്ല. പക്ഷേ കുറേ ചോദ്യങ്ങളൊക്കെ SCERT മാത്സ് പല പരീക്ഷകളും വരാറുണ്ട്. ചില പരീക്ഷകൾ ഇപ്പോഴും നടക്കുന്ന പരീക്ഷകൾ ട്രഡീഷണലി വന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ SCERT എന്നുള്ള മാത്സ് എന്ന് ഒരൊറ്റ ചോദ്യം പോലും ഇല്ലാതെയും കടന്നു വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളിവിടെ SCERT മാത്സ് പഠനം നടത്തേണ്ടതുണ്ട്. ഇങ്ങനെ വന്നിട്ടുള്ള കാലഘട്ടത്തിൽ തന്നെയും SCERT മാത്സ് സിലബസിൽ ഇല്ലാത്തതും വന്നിട്ടുണ്ട്. ഞാൻ കൊടുത്തിരിക്കുന്ന ആ സിലബസ് ഉണ്ടല്ലോ 12, 13, 25 ഏരിയ, അതിൽ പെടാത്ത സിലബസിൽ നിന്നും 10ാം ക്ലാസ്സിലെ മാത്സിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എന്ന് വെച്ച് 5 മുതൽ 10 വരെ കംപ്ലീറ്റ് പഠിക്കൽ നിങ്ങളെ കൊണ്ടിപ്പം പ്രായോഗികമാണോ? അല്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ച ടോപ്പിക്കുകളില്ലേ, നേരത്തെ പറഞ്ഞ പോലെ ഒഴിവാക്കി വിടാൻ തീരുമാനിച്ച ടോപ്പിക്ക്, അതും പഠിക്കാൻ തീരുമാനിച്ച ടോപ്പിക്ക് പറയും. ആ പഠിക്കാൻ തീരുമാനിച്ച ടോപ്പിക്കിൽ നിങ്ങൾ റാങ്ക് ഫയലിലുള്ള ട്രഡീഷണൽ മാത്സ് മാത്രം നോക്കിയാൽ പോരാ. ആ പഠിക്കുന്ന ആ ടോപ്പിക്കുകളിൽ SCERTയിൽ 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സിൽ എവിടെയൊക്കെ ഇപ്പോൾ ശതമാനം പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ റാങ്ക് ഫയലുണ്ട്. ആ റാങ്ക് ഫയലുള്ള എല്ലാ കണക്കും ഞാൻ ചെയ്ത് നോക്കി, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഞാൻ പോകുന്ന സെൻറ്ററിലുള്ള അധ്യാപകൻ ചെയ്ത ക്ലാസ്സുകളോ കണക്കുകളൊക്കെ ഞാൻ ചെയ്ത് പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ച് നിൽക്കരുത്. അവിടെ നോക്കുക, 5 മുതൽ 10 വരെ ശതമാനമാണെങ്കിൽ ശതമാനം, ഏതൊക്കെ ചാപ്റ്ററിൽ ക്ലാസ് ഉണ്ട്, 5-ലുണ്ടോ 6-ലുണ്ടോ 7-ലുണ്ടോ 8-ലുണ്ടോ 9-ലുണ്ടോ 10-ലുണ്ടോ, ഏതൊക്കെ ക്ലാസ്സിലാണോ ചാപ്റ്റർ ഉള്ളത് ആ ചാപ്റ്ററിലുള്ള പ്രോബ്ലംസ് കൂടെ പഠിക്കണം. ആ രീതിയിലുള്ള കണക്കുകളൂടെ നോക്കി വെക്കണം. മാത്സിലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരെ. ഇപ്പോൾ ലാസ്റ്റ് നടന്ന NCA LP UPയുടെ NCA പരീക്ഷ നടന്നിട്ടുണ്ട്. അവിടെ എത്ര ചോദ്യങ്ങളാണ് മാത്സിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് രീതി ചോദിച്ചാൽ കണ്ടോ നിങ്ങൾ? അപ്പോൾ അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പെർഫെക്റ്റ് ആക്കി വെക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം. ദെൻ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടല്ലോ. ഒരു പ്രിസ്ക്രൈബ്ഡ് സിലബസ് തന്നിട്ടുണ്ട്. ആ സിലബസിൻ്റെ അവസാനം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. ഇതൊരു മാർഗ്ഗസൂചകം മാത്രമാണ്. ഇത് മുഴുവനായിട്ടും ഉൾക്കൊള്ളണമെന്നില്ല. അതല്ലാതെ ഈ തസ്തികയുടെ യോഗ്യത അനുസരിച്ച്, ഇതിൽ നിന്നല്ലാതെ തസ്തികയുടെ നിലവാരത്തിനനുസരിച്ച്, യോഗ്യതാ നിലവാരത്തിനനുസരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തേക്കാം എന്ന് PSC മുൻകൂർ ജാമ്യം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില പരീക്ഷകളിലൊക്കെ ഇത്തരം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. യാതൊരു പ്രശ്നവുമില്ല, ചോദ്യം ഡിലീറ്റ് ചെയ്യാറില്ല. നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, PSC ഡിലീറ്റ് ചെയ്യില്ല. കാരണം മുൻകൂർ ജാമ്യം അവരെടുത്ത് വെച്ചിട്ടുണ്ട്. ആ തസ്തികയുടെ യോഗ്യതാ നിലവാരത്തിനനുസരിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. കാരണം ഇപ്പോൾ LDC 10ാം ക്ലാസ് യോഗ്യതയാണ്. അപ്പോൾ 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനില്ലാത്ത കേരള ചരിത്രത്തിൻ്റെ, പ്രാചീന കേരള ചരിത്രത്തിൽ നിന്നുള്ള പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. നമുക്ക് ആധുനിക കേരള ചരിത്രമേ പഠിക്കാനുള്ളൂ. പക്ഷേ പ്രാചീന കേരള ചരിത്രത്തിൽ നിന്നും മധ്യകാല കേരള ചരിത്രത്തിൽ നിന്നൊക്കെ മാർക്കുകൾ വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ റാങ്ക് ബൂസ്റ്റർ ടോപ്പിക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ റിവിഷൻ ആൻഡ് റാങ്ക് ബൂസ്റ്റർ ബാച്ചിലൊക്കെ കൊടുത്തിരിക്കുന്നത്. കാരണം അതൊക്കെ പഠിക്കേണ്ട ആരാ? ഇതൊക്കെ പെർഫെക്റ്റ് ആക്കി 100% വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കി ചെയ്തതിന് ശേഷമല്ലേ മറ്റുള്ളതിലേക്ക് ഇറങ്ങുക. അപ്പോൾ ആ രീതിയിലുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്, അതൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതല്ലാതെ നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ 3 മാസം കൊണ്ട് പഠിക്കാൻ തീരുമാനിച്ചിറങ്ങിയ ഒരാളാണെങ്കിൽ നിങ്ങൾ വെറുതെ ഔട്ട് ഓഫ് സിലബസ് കാര്യങ്ങളൊന്നും പഠിക്കാൻ പോകണ്ട. അതല്ലാതെ കാലങ്ങളായിട്ട് ഇപ്പോൾ തയ്യാറെടുത്ത് അല്ലേ താപ്പാനകളായി മാറി ഇനി അവസാനം മിനുക്ക് പണികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഔട്ട് ഓഫ് സിലബസ് എന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പ്രത്യേകിച്ചും കേരള ചരിത്രത്തിൽ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യാ ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്നതിലും വ്യത്യസ്തമായിട്ട് കുറച്ച് പഴയ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം സിലബസിന് പുറത്തു നിന്നും കുറച്ച് കാര്യങ്ങൾ അവിടെ അങ്ങനെയുള്ള ആളുകൾ പഠിക്കേണ്ടി വരും. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. സെലക്റ്റീവ് സ്റ്റഡി എന്നുള്ളത് 10th ലെവൽ പരീക്ഷകളിൽ സെലക്റ്റീവ് സ്റ്റഡി ഇല്ല. പിന്നെ ഒരു രക്ഷയില്ലാത്ത ആളുകൾ ഇങ്ങനെ അവസാന ഘട്ടത്തിൽ പഠിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു രീതിയിൽ വലിയ സിലബസ് ഏരിയയും ചെറിയ മാർക്കുമുള്ള ചില സാധനങ്ങൾ, ചരിത്രവും ഭൂമിശാസ്ത്രമൊന്നും അതിൽ പെടുന്നതല്ല കേട്ടോ. ചരിത്രവും ഭൂമിശാസ്ത്രവും വലിയ സിലബസ് ഏരിയ ഉണ്ട്, ചെറിയ മാർക്കേ ഉള്ളൂ. പക്ഷെ അതൊന്നും ഒരിക്കലും ഒഴിവാക്കിയിട്ടൊന്നും ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറഞ്ഞ PSC പരീക്ഷയിൽ
നേടാൻ പറ്റില്ല. പിന്നെ ചിന്ത എന്താണ്, അവസാനത്തെ ചിന്ത എന്താണ്, കട്ട് ഓഫ് മാർക്കിനെ പറ്റിയുള്ളതാണ്. കട്ട് ഓഫ് മാർക്ക് ഉയരുമോ, ഏത് കാലത്തും ഉണ്ടാവുന്ന ചോദ്യമാണ്. എത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്ന നല്ല ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആളുകൾ, ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്ന, റാങ്ക് നേടാൻ പര്യാപ്തമായിട്ടുള്ള ആളുകളും ചോദിക്കുന്നതാണ് എന്ത്, കട്ട് ഓഫ് മാർക്ക് എത്രയായിരിക്കും എന്നൊക്കെ ഉള്ളത്. അതെന്ത് വിഡ്ഢിത്തമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ശരിക്കും അറിയാം. ഒരു പരീക്ഷയുടെ കട്ട് ഓഫ്, ആ പരീക്ഷയിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം, മത്സരക്ഷമതയുടെ എണ്ണം, അതിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ എണ്ണം, അല്ലേ, ഇതിനൊക്കെ അനുസരിച്ച് ആണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ ഒരു 500 പേരെയാണ് അല്ലെങ്കിൽ 1000 പേരെയാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ ആ 1000 പേരെ എടുക്കുമ്പോൾ ആ 1000ാമത്തെ ആളുടെ മാർക്ക് എത്രയാണോ അതാണ് കട്ട് ഓഫ് മാർക്ക്, അല്ലേ. അവരുദ്ദേശിച്ച 800 പേരാണെങ്കിൽ 800 പേരെ നോക്കുന്നു. അപ്പോൾ 800 കൃത്യം കിട്ടണമെന്നില്ല, 850, 840, 830, 835, 32 അവർ ഏകദേശം റൗണ്ട് ചെയ്ത് അവർ അങ്ങ് ഉറപ്പിക്കും. അത് നോക്കുമ്പോൾ അവിടെ കിട്ടുന്ന ആ മാർക്ക് ഉണ്ടല്ലോ, ആ മാർക്കുള്ള വ്യക്തി, അതാണ് കട്ട് ഓഫ് മാർക്ക്. അത് നിങ്ങൾക്കൊക്കെ അറിയുന്നത്. എന്നാലും ചോദിക്കും കട്ട് ഓഫ് മാർക്ക് ഉയരുമോ താഴുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, PSCയുടെ സ്റ്റാൻഡേർഡ് മാറിയിട്ടുണ്ട്. അത്യാവശ്യം LDC ഒക്കെ നടക്കുക നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് ഒന്നും പണ്ടത്തെ പോലെ 90 80 ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം ഉദ്യോഗാർത്ഥികളൊക്കെ അങ്ങനെ മാറിപ്പോയി സാറേ, അതുകൊണ്ട് കട്ട് ഓഫ് ഒക്കെ ഇനി 90 ആയിരിക്കും 100 ആയിരിക്കും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അതൊന്നും വെറുതെ കേട്ടിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ വരും ഏത് പരീക്ഷയിൽ. ചില പരീക്ഷയൊക്കെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടാവും, അല്ലേ, 10 100 ആളുകളൊക്കെ മാത്രം അറ്റൻഡ് ചെയ്ത ചില പരീക്ഷകൾ, അത്തരം പരീക്ഷകൾ വരും. LDC LGS ഒന്നും ഒരിക്കലും ഈ ഒരു സ്റ്റാൻഡേർഡിൽ നടക്കുമ്പോൾ കട്ട് ഓഫ് ഒന്നും ഒരിക്കലും 90കളിലോ 80കളിലേക്കോ 70കളിലേക്കോ പോലും പോവില്ല എന്നുള്ളതാണ് നിലവിലുള്ള സ്ഥിതി. അപ്പം പരീക്ഷയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചായിരിക്കും കട്ട് ഓഫ് ഉണ്ടാകുക. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ഇനി എപ്പോഴും 80, 90, 100 ആണ്, അതുകൊണ്ട് ഞാനിങ്ങനെ പോയി എന്നെ സംബന്ധിച്ച് 65 മാർക്കേ ഉള്ളൂ, ഇനി ബാക്കി 35 ചോദ്യം കിടക്കുന്നുണ്ട് എല്ലാം ഞാനങ്ങ് ചെയ്തു നോക്കട്ടെ എന്നൊന്ന് വിചാരിച്ച് വെറുതെ വരേണ്ട. ഒരു പക്ഷേ ഈ 65 ഈ പരീക്ഷയിലെ വളരെ നല്ലൊരു റാങ്ക് നേടുന്ന മാർക്കായിരിക്കും. കാരണം എന്താ, ആ ഒരു സ്റ്റാൻഡേർഡിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. അല്ലാതെ എല്ലാവരും SCRT പഠിക്കുന്നുണ്ടല്ലോ, എല്ലാവരും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ട് എഴുതി ചേർന്നല്ലോ, എല്ലാവരും അങ്ങനെയായല്ലോ ഇങ്ങനെയായല്ലോ എന്ന് വിചാരിച്ച് ബാക്കിയുള്ളതും കൂടി കറക്കി കുത്തി മാർക്ക് നഷ്ടപ്പെടുത്താൻ നിൽക്കരുത്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അവിടെ ലോജിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഞാൻ ഞങ്ങളോട് പണ്ടേ പറഞ്ഞിട്ടില്ല, ലോജിക്കൽ കറക്കി കുത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. ആ രീതിയിൽ ചെയ്ത് മാർക്ക് നേടേണ്ടത് മാർക്ക് നമ്മൾ നേടിയെടുക്കണം. അല്ലാതെ വെറുതെയുള്ള വൈൽഡ് ഗസ് എന്നുള്ള പരിപാടിക്ക് പോയിട്ട് എല്ലാം നഷ്ടപ്പെടുത്തി ഇങ്ങ് പോരരുത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് പോവുക. ഇന്നത്തെ കാലഘട്ടം മത്സരവീര്യം നല്ലോണം കൂടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിനർത്ഥം കട്ട് ഓഫ് 90 ആയിരിക്കും എന്നല്ല. അവിടെ എന്താണ്, നിങ്ങളൊക്കെ നല്ല രീതിയിൽ മത്സരിക്കുന്നു, പക്ഷെ പരീക്ഷയുടെ സ്റ്റാൻഡേർഡ് നല്ലോണം കൂടുതലാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ തെറ്റാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് പലതും തെറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്കും ആ ഒരു റേഞ്ചിലേക്ക് കിടക്കുള്ളൂ. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. വേണ്ടത് ഇതാണ്, ഒരു സ്ഥിരതയോടുകൂടിയുള്ള പഠനം വേണം. അല്ലാതെ ഇങ്ങനെയുള്ള എക്സാം ഡേറ്റ് വരുമ്പോൾ, ഹോൾ ടിക്കറ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തക്കാർക്ക് ആരെങ്കിലും ജോലി കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ശത്രുവിന് ജോലി കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അസൂയുള്ളൊരു വ്യക്തിക്ക് ജോലി കിട്ടുമ്പോൾ അന്നൊരു ആവേശം കൊണ്ട് പഠിക്കാൻ ഇറങ്ങിയിട്ട് ഒരാഴ്ച പഠിക്കുന്നതുകൊണ്ട് കാര്യമില്ല. ഒരു സ്ഥിരതയോടുകൂടിയ മിതമായ രീതിയിലുള്ള പഠനം അതാണ് വേണ്ടത്. ഇപ്പോൾ അവസാന ടൈമാണ്, 3 മാസമാണ്. ഇനി നിങ്ങൾ ജോലിക്ക് പോയിക്കൊണ്ട് അരമണിക്കൂർ 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ പഠിച്ചാൽ മതി എന്നൊക്കെ നിങ്ങളോട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറുതെ നിങ്ങളെ പറ്റിക്കലാണ്. നിങ്ങളെ കംഫോർട്ട് സോണിൽ നിർത്തിയിട്ട് അവരുടെ കാര്യം നേടലാണ്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇനി 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കണം. നിങ്ങൾ ചെയ്യുന്ന ജോലികളൊക്കെ തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് പൂർണ്ണമായും ഇതിലേക്ക് അർപ്പിച്ച് ഉറങ്ങാനുള്ള സമയം മാത്രം മാറ്റിവെച്ച് ബാക്കി സമയം മുഴുവൻ പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രമാണ് ഇനി തുടങ്ങുന്ന ആളുകൾക്ക് നേടിയെടുക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ സജ്ജമായിട്ടുള്ള ആളുകളാണ് ഇനി മുന്നോട്ട് വരേണ്ടതും നന്നായിട്ട് പഠിച്ചു പോകേണ്ടതും. അപ്പോൾ നന്നായിട്ട് ഇതുവരെ പഠിച്ചു പോയ ആളുകൾ മാക്സിമം റിവിഷൻ ചെയ്യുക. മോഡൽ എക്സാമുകളുടെ എവിടെന്നായാലും അറ്റൻഡ് ചെയ്യുക. അത് എൻട്രിയിൽ നിന്നായാലും വേറെ ഏതെങ്കിലും ആപ്പുകളിൽ നിന്നായാലും ഓഫ്ലൈൻ സെൻറ്ററുകളിൽ നിന്നായാലും തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നായാലും എവിടെ നിന്നായാലും വേണ്ടില്ല, അതിനുള്ള ചാൻസ് നഷ്ടപ്പെടുത്തരുത്. അത് എത്രത്തോളം അധികം എഴുതുന്നോ അത്രത്തോളം നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മെച്ചപ്പെട്ട് വരും. ഇപ്പം നിങ്ങളിങ്ങനെ അല്ലേ, നിങ്ങളുടെ ഗ്രാഫ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിങ്ങനെ കളിക്കുകയാണ് അല്ലേ. അത് എന്നാണ് ആ മോളിൽ ടച്ച് ചെയ്യുക എന്നുള്ളത് എപ്പോൾ ആശ്രയിച്ചിരിക്കും, ആ പരീക്ഷയുടെ ദിവസം വരെയാണ്. ആ ദിവസം വരെ ഇതിങ്ങനെ പൊന്തിയും താണും കളിച്ചുകൊണ്ടിരിക്കുക. അത് നിങ്ങൾ റിവിഷനും മോഡൽ എക്സാമിൻ്റെ എണ്ണം കുറയ്ക്കുന്നതിനനുസരിച്ച് നിങ്ങളെ ഗ്രാഫ് ഇത് അവിടം വരെ മാത്രം അല്ലേ, വൈബ്രേഷൻ ഇവിടം വരെ മാത്രം, മറ്റുള്ളവരത് മേലോട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ മറ്റുള്ളവരോട് കൂടെ ഇങ്ങനെ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ഓർമ്മയോട്
കൂടെ വേണം ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ. ഞാൻ എൻ്റെ പഠനത്തിൻ്റെ അളവ് ഇത്തിരി കുറയ്ക്കുമ്പോൾ എത്രയോ പേര് എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ കടന്നു പോവുകയാണ് എന്നുള്ള ചിന്ത വേണം. ആ ചിന്തയോടുകൂടി എല്ലാ ദിവസവും ഇനിയുള്ള ദിവസങ്ങൾ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റട്ടെ. അപ്പോൾ സ്വന്തമായിട്ട് ഇരുന്ന് പഠിക്കുന്നവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റഡി പ്ലാനും കൂടെ ഞാൻ അടുത്ത വീഡിയോയിൽ തരും. അതൊക്കെ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് പഠിക്കാം. ഇനി അതല്ല എങ്കിൽ എൻ്റെ കൂടെ എൻട്രിയിൽ ഗോൾഡ് ബാച്ചിൽ ചേർന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു 80 ദിവസത്തെ ക്രാഷ് ക്ലാസ്സിൽ ചേർന്നിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാം. പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാവും. മടിയന്മാരൊന്നും ഒരാളും ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. എൻ്റെ അടുത്ത് വന്നാൽ റാങ്ക് കിട്ടുമെന്നൊന്നും ഞാൻ വെറുതെ പറയുന്നില്ല. നിങ്ങൾ ഇവിടെ വന്നാൽ മാത്രം മതി നിങ്ങൾക്ക് റാങ്ക് കിട്ടുമെന്ന് പറയാം. എൻ്റെ അടുത്ത് വന്നാൽ ആരുടെ അടുത്ത് വന്നാൽ നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് റാങ്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ട കൃത്യമായ ഗൈഡൻസും അതിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാനും കാര്യങ്ങളും അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് തരും. അതനുസരിച്ച് പഠിക്കാൻ തയ്യാറാണെങ്കിൽ, അതിനിറങ്ങിത്തിരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. അപ്പോൾ എല്ലാവരെയും നേരിട്ട് കാണാം. ഓക്കെ.